ഏറെ കോലാഹലങ്ങൾക്കും അതുപോലെ തന്നെ ഏറെ ചർച്ചകൾക്കും ശേഷം ഇന്ന് റഹീം നമ്മുടെ നാട്ടിലെത്തുമെന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നത്. നിർഭാഗ്യവശാൽ കോടതി വീണ്ടും ശിക്ഷയുടെ കാലാവധി അവസാനിപ്പിക്കുന്നതിനും റിലീസ് ചെയ്യുന്നതിനും മറ്റൊരു ദിവസത്തിലേക്ക് മാറ്റി എന്നുള്ള വിവരമാണ്. ദുഃഖകരമായ ഒരു വസ്തുതയാണ് നമ്മളെ എല്ലാവരെയും ദുഃഖിപ്പിച്ചത്. എന്നാൽ അതിനുശേഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റൊരു രോഗിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഒരു യൂട്യൂബർ ഇന്നിറക്കിയ ഒരു വീഡിയോ കാണാനിടയായി. എന്നാൽ അതിൽ പറഞ്ഞിരിക്കുന്ന ആ സുഹൃത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് നിയമസഹായ സമിതിയുടെ ഫണ്ടിംഗ് റൈസിങ്ങിനെ കുറിച്ചും അതിന് നിയമപരമായി എന്തൊക്കെ രേഖകളാണ് തയ്യാറാക്കേണ്ടതെന്നും ഏത് ബൈലയുടെ അടിസ്ഥാനത്തിലാണ് ആ കമ്മിറ്റി പ്രവർത്തിക്കുന്നത് എന്ന് ഒന്ന് വിശദമായി പരിശോധിക്കുവാൻ ആ വിനീത സുഹൃത്ത് തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒരു കേസിനു വേണ്ടി ക്രൗഡ് ഫണ്ടിംഗ് നടത്തുകയും ആ ഫണ്ടിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്ന ഒരു സന്ദർഭത്തിൽ കമ്മിറ്റിയുടെ പേരിൽ കോടിക്കണക്കിന് രൂപ ബാക്കിയുണ്ടെന്നും ആ ബാക്കിയുള്ള ഫണ്ട് എടുത്തിട്ട് മറ്റൊരു രോഗിയുടെ ചികിത്സക്കായി നൽകണമെന്നും പറയുന്ന യൂട്യൂബർ താൽക്കാലികമായി ഒരു നേട്ടത്തിന് വേണ്ടി പല കളവുകൾ പ്രചരിപ്പിക്കുന്ന സുഹൃത്ത് ഒരു കാര്യം പരിശോധിക്കുവാൻ തയ്യാറാകണം. കാരണം നിയമപരമായി ഇതിന് എന്ത് സാധുതയുണ്ട് എന്ന് പരിശോധിക്കപ്പെടണം. വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന നിയമസഹായ സമിതിയുടെ കീഴിൽ ഫണ്ടിംഗ് റൈസിംഗ് നടത്തുകയും ആ ഫണ്ടിൻ്റെ വിശദമായ കണക്ക് സമിതി പുറത്തുവിടുകയും ചെയ്ത ഈ സന്ദർഭത്തിൽ അതിലെന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ ചോദ്യം ചെയ്യുവാൻ നമ്മുടെ നാട്ടിൽ നിയമങ്ങളുണ്ട് എന്നിരിക്കെ അസത്യങ്ങൾ പ്രചരിപ്പിക്കുവാനും ആ ഫണ്ടിൻ്റെ ബാക്കി മറ്റൊരു രോഗിക്ക് നൽകണമെന്നും പറയാൻ ഈ യൂട്യൂബർക്ക് എന്ത് അവകാശമാണുള്ളത്? അതവിടെ ഇരിക്കട്ടെ. ഏതായാലും ആ ചികിത്സാ സഹായ സമിതിക്ക് അവർ ലെറ്റർ കൊടുത്തിട്ടുണ്ട്, സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മാധ്യമങ്ങളിലൊക്കെ വന്നതാണ്. അതവിടെ ഇരിക്കട്ടെ. അതിനപ്പുറം നമ്മുടെ ഈ റഹീം ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഫണ്ട് അവസാനിക്കുന്ന തീയതിയിൽ 34 കോടി രൂപ പൂർത്തിയായ ദിവസം പത്രസമ്മേളനം നടത്തി ഈ ഫണ്ടിങ് അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം നിയമസഹായ സമിതി പത്രസമ്മേളനം നടത്തി ഫണ്ട് പിരിവ് നടത്തി കഴിഞ്ഞു എന്ന് പ്രഖ്യാപിച്ച ശേഷം വീടുകളിൽ നിരവധിയായ ലക്ഷങ്ങൾ വീടുകളിൽ പൈസയായി വന്നെത്തിയിട്ടുണ്ട്. അതിൻ്റെ കണക്ക് എന്തെങ്കിലും പുറത്തു വിടുവാൻ ഈ യൂട്യൂബർക്ക് അന്വേഷണത്തിലൂടെ സാധിക്കുമോ? എങ്കിൽ ഞാൻ പറയുന്നു 35 ലക്ഷത്തിലധികം രൂപ ഞങ്ങളുടെ കണക്ക് പ്രകാരം ആ വീട്ടിൽ കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷവും ലക്ഷക്കണക്കിന് രൂപ ആ വീട്ടിൽ ലഭിച്ചിട്ടുണ്ട് എന്നാണ് അനൗപചാരികമായി കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ റഹീമിനെ സഹായിക്കുവാനും രക്ഷിക്കുവാനും പാവങ്ങളായ പട്ടിണിപ്പാവങ്ങളടക്കം വലിയ വലിയ മുതലാളിമാരടക്കം വലിയ വലിയ പണക്കാരും എല്ലാവരും ചേർന്ന് റഹീമിന് വേണ്ടി ഫണ്ട് സ്വരൂപിച്ചപ്പോൾ ആ ഫണ്ട് വളരെ കൃത്യമായി കണക്ക് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ അത് നിയമപരമായി എങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വളരെ വ്യക്തമായി കമ്മിറ്റി ബോധ്യപ്പെടുത്തിയപ്പോൾ വീട്ടിൽ കിട്ടിയ പൈസ തങ്ങളുടേതാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ആ പൈസയുടെ കണക്ക് പത്രലേഖകർ ചോദിച്ചപ്പോൾ പോലും പുറത്തുവിടാതെ ആ ഫണ്ടിൻ്റെ മേൽ അടയിരിക്കുന്നവരെ പറ്റി ഈ യൂട്യൂബർ ഒരു അന്വേഷണം നടത്തുമോ? എങ്കിൽ ആ പൈസ വാങ്ങി ഇവിടെ പാവപ്പെട്ടവരുടെ നാണയത്തുട്ടുകൾ എടുത്ത് സമ്പാദിച്ച ആ പൈസ ഈ കുടുംബത്തിന് അവകാശപ്പെട്ടതാണോ? അവകാശപ്പെട്ടതാണെങ്കിൽ അത് ഹലാലായ ഒരു പണസ്വരൂപണമാണോ? റഹീമിൻ്റെ വധക്കേസുമായി ബന്ധപ്പെട്ടാണ് ഈ പണപ്പിരിവ് നടത്തിയിട്ടുള്ളത്. പള്ളികളിലും മദ്രസകളിലും അതുപോലെ തന്നെ പൊതുനിരത്തുകളിൽ നിന്നുമാണ് ഈ ലക്ഷക്കണക്കായ രൂപ ഫണ്ട് പിരിവ് നിർത്തുന്ന ദിവസം വീടുകളിൽ എത്തിച്ചിട്ടുള്ളത്. ആ ഫണ്ട് അവിടെ വാങ്ങി വെച്ചുകൊണ്ട് ആ പൈസൻ്റെ കണക്ക് ചോദിക്കുമ്പോൾ പത്രലേഖകരോട് ദിശ മാറ്റി മറ്റൊരു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കുടുംബത്തിലെ ഒരംഗം പ്രതികരിച്ചത് നമ്മളെല്ലാവരും കണ്ടതാണ്. അതുകൊണ്ട് എൻ്റെ വിനീതമായ ഒരു അഭ്യർത്ഥന ഈ യൂട്യൂബറോടും കുടുംബത്തോടും പറയാനുള്ളത്, നിങ്ങളുടെ കയ്യിൽ കിട്ടിയ ലക്ഷക്കണക്കിന് രൂപ
ഞങ്ങളുടെ അടുത്ത പ്രദേശമായ ഫാറൂഖ് കോളേജിലുള്ള കിഡ്നി പേഷ്യൻറ്റിന് നൽകിക്കൊണ്ട് നിങ്ങൾ ഈ ഫണ്ട് ഈ ജനങ്ങളേൽപ്പിച്ച നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ച ഈ ഫണ്ട് വളരെ കൃത്യമായി ആ സഹോദരന് നൽകി ആ സഹോദരനെയും കുടുംബത്തിലേക്കും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ റഹീമിൻ്റെ പേരിലുള്ള ഈ ഫണ്ട് ഉപയോഗപ്പെടുത്തണമെന്ന് വളരെ താഴ്മയായി അപേക്ഷിക്കുന്നു. ഇതിനെക്കുറിച്ച് വിശദമായ ഒരു അന്വേഷണം നടത്താൻ ഈ യൂട്യൂബറോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാതെ കൃത്യമായ കണക്കുള്ള നിയമസഹായ സമിതിയുടെ കണക്കിൽ നിന്ന് പൈസ കൊടുക്കണമെന്ന് പറയാൻ പൊതുജനങ്ങൾക്കോ അതുപോലെ തന്നെ യൂട്യൂബർക്കോ അവകാശമില്ല. അത് ഗവൺമെൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് മുഖാന്തരം നടത്തുന്ന വളരെ കൃത്യമായ കണക്കുകൾ ബോധിപ്പിക്കുന്ന ഒരു കമ്മിറ്റിയുടെ കണക്കാണ്. ആ കണക്ക് ഇൻഷാ അല്ലാഹ് ഇനിയും അതിൻ്റെ വിശദാംശങ്ങൾ റഹീം വന്ന ശേഷം റഹീമിൻ്റെ സാന്നിധ്യത്തിൽ പത്രസമ്മേളനത്തിൽ വളരെ കൃത്യമായി പറയും എന്ന് ഉറപ്പു പറയുവാൻ എനിക്ക് സാധിക്കും.